നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരാജയം സംഭവിച്ചതിൽ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ചാർജ് വഹിച്ച ഇ ജയൻ മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികമായിട്ട് അതിന്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. ആ കണക്കുകൾ വെച്ച് ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ വെച്ച് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വളരെ വിശദമായി പാർട്ടി വിലയിരുത്തും. ആ വിലയിരുത്തൽ നടന്നു വരുന്നതേ ഉള്ളൂ. വോട്ട് ചോർച്ച എന്ന് പറഞ്ഞ പാർട്ടിയുടെ ബേസ് വോട്ടിൻ്റെ ഒരു ചോർച്ച ഉണ്ടായില്ല. പാർട്ടി നേതാക്കന്മാർ മുഴുവൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 66,000-ൽ പരം വോട്ട് എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായൊരു വോട്ടല്ല. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെയധികം തകർച്ച നേരിട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. 30%, 30,28,000 പരം വോട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. അതിന് വളരെ വേഗം പാർട്ടി റിക്കവർ ചെയ്ത് വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ശേഷം പാർട്ടിക്ക് അതേപോലെ തന്നെയാണ് തിരിച്ചു വരാൻ കഴിഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ 66,000-ൽ പരം വോട്ട് നേടാൻ കഴിഞ്ഞത് നിസ്സാരമല്ല. പാർലമെന്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച വിജയം ഉപതെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞു. നിലമ്പൂരിൽ പാർട്ടിയുടെ തിരിച്ചുവരവാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ കണ്ടത്. മുന്നണിയുടെ പരാജയം ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലെന്നും ഭരണവിരുദ്ധ വികാരമുണ്ടായാൽ ഇങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടതെന്നും ജയൻ പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച PV അൻവർ CPM വോട്ടുകൾ പിടിച്ചോ എന്ന് പരിശോധിക്കും. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതുകൊണ്ടാണ് വോട്ട് കുറഞ്ഞതെന്ന് തെറ്റായ നിഗമനമാണ് PV അൻവർ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അൻവറിന് തന്നെ ബോധ്യമില്ല. അൻവറിൻ്റേത് നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരമാണ്. LDF-ൽ തുടരാൻ കഴിയാത്തതുകൊണ്ട് ഇപ്പോൾ അൻവർ UDF-ൽ കയറിപ്പറ്റാൻ ശ്രമം നടത്തുന്നത്. ഇടതുപക്ഷം തോറ്റെങ്കിലും ആത്മവിശ്വാസം തരുന്ന തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടന്നത്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പാർട്ടി മണ്ഡലത്തിൽ ശിഥിലമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ എല്ലാ വർഗീയവാദികളുടെയും വോട്ട് പിടിച്ചാണ് ഷൗക്കത്ത് ജയിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ BJP-യിൽ നിന്നുൾപ്പെടെ വോട്ട് UDF-ന് ചോർന്നതായും ജയൻ ആരോപിച്ചു.